നമസ്തേ. ജനശബ്ദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെ അട്ടിമറിക്കാൻ ഇടതു വലത് മുന്നണികൾ പയറ്റുന്ന വില കുറഞ്ഞ തന്ത്രമാണ് അപരന്മാരെ മത്സരിപ്പിക്കുന്ന രീതി. അപര സ്ഥാനാർത്ഥികൾക്കെതിരെ ഹൈക്കോടതി തന്നെ ഇപ്പോൾ കർശന നിലപാട് സ്വീകരിക്കുന്നു. അപരന്മാരെ നിയോഗിക്കുന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടിയെന്നാണ് കോടതിയുടെ വിമർശനം. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് അപരന്മാരുടെ സ്ഥാനാർത്ഥിത്വം. അപര സ്ഥാനാർത്ഥികളെ നിയോഗിക്കുന്നത് തടയണമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഈ വിഷയമാണ് ഇന്ന് ജനശബ്ദം ചർച്ച ചെയ്യുന്നത്. വിരാമം വേണ്ടേ അപരന്? ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത രേഷ്മ ബാബുവിലേക്ക് പോകാം. രേഷ്മ, കോടതി എന്തായാലും അപര സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ രേഷ്മ? സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന നടപടി എന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള നിരീക്ഷണം. വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയെ തന്നെ ഇല്ലാതാക്കുന്ന നടപടിയാണ് അപരന്മാരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഉണ്ടാകുന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്ന നടപടികൾ അത് തടയണമെന്നുള്ളതാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ അപര സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മൂലം ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും സിംഗിൾ ബെഞ്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ അപര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ഇത്തരം ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. നേരത്തെ തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഞ്ജലി നായർ ഒരു ഹർജി നൽകിയിരുന്നു. തന്റെ പേര് അഞ്ജലി നായർ എന്നുള്ളത് അത് പോസ്റ്ററിൽ അടക്കം അടിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ പേര് അഞ്ജലി PV എന്നാണ്. പോസ്റ്ററിൽ അടിച്ചിറക്കിയ പൊതുയിടത്തിൽ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള തന്റെ അഞ്ജലി നായർ എന്നുള്ള പേര് അത് വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സ്ഥാനാർത്ഥി ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജി പരിഗണിച്ച ഘട്ടത്തിലാണ് ഹൈക്കോടതി അപര സ്ഥാനാർത്ഥിത്വം എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ എന്നുള്ള കാര്യത്തിൽ ആശങ്ക പങ്കുവച്ചിട്ടുള്ളത്. എന്നാലും അപര സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ അപരന്മാരെ നിർത്തിക്കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അത് വലിയ രീതിയിൽ ഈ ഒരു പ്രക്രിയയെ തന്നെ ബാധിക്കുന്നു, വലിയ ദുരുദ്ദേശപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അഞ്ജലി നായർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഹർജിയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് അഞ്ജലി നായർ എന്നുള്ള പേര് അത് ഉൾപ്പെടുത്തണമെന്ന വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടുത്തണമെന്ന സ്ഥാനാർത്ഥിയുടെ ആവശ്യം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണം. ബന്ധപ്പെട്ട ഭരണാധികാരി ആ അപേക്ഷ പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും അപര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വോട്ട് അപഹരിച്ചെടുക്കുന്ന ഒരു പ്രവണത എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ പരാമർശങ്ങളും വിമർശനങ്ങളും ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. രേഷ്മ ബാബു ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയാം, അപര സ്ഥാനാർത്ഥികൾ, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ വിജയത്തെ അട്ടിമറിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ പയറ്റുന്ന തന്ത്രമാണ്. 2016 മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നമ്മളത് കണ്ടതാണ്. കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ സുന്ദര എന്നുള്ള ഒരു അപരനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു. അദ്ദേഹം 400ഓളം വോട്ടുകൾ പിടിക്കുന്നു. കേവലം 89 വോട്ടിന് മാത്രമാണ് സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. അതുമാത്രമല്ല, പിന്നീടും ചരിത്രമുണ്ട്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭയിൽ VM സുധീരനെ പരാജയപ്പെടുത്താൻ CPM പയറ്റിയ തന്ത്രമാണ് അപരനെ മത്സരിപ്പിക്കാനുള്ള നീക്കം. അവിടെ VS സുധീരൻ എന്ന് പറഞ്ഞ ഒരു അപരനെ കൊണ്ട് നിർത്തി. അദ്ദേഹം 8282 വോട്ട് നേടി. VM സുധീരൻ പരാജയപ്പെടുന്നത് വെറും 1009 വോട്ടിനാണ്. ഇത്തരത്തിൽ ഇടതും വലതും മുന്നണികൾ ഇത്തരത്തിലുള്ള തന്ത്രം പയറ്റുകയാണ്. ഇത്തവണയും മഞ്ചേശ്വരത്തെ കോൺഗ്രസ് സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ ഒരു അപരനെ മത്സരിപ്പിക്കുന്നുണ്ട്. D സുരേന്ദ്രൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അരുവിയോട് സുരേന്ദ്രൻ എന്നുള്ള പേരിൽ തിരുവനന്തപുരത്ത് ഒരു ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ച ആളാണ്. എന്തിനു പറയുന്നു? രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം നിയമസഭാ മണ്ഡലത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പോലും രാജീവ് കുമാർ എന്ന പേരിൽ അവിടെ അപരനാക്കി നിർത്തുകയാണ്. ഇത്തരത്തിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള തന്ത്രമാണ് ഇടതും വലതും കൈക്കൊള്ളുന്നത്. ഈ വിഷയം ജനശബ്ദം ചർച്ച ചെയ്യുകയാണ്.